എന്നുള്ളതോടൊപ്പം തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ളതോടൊപ്പം തന്നെ എന്റെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി കൂടി അതിനൊരു പങ്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എങ്ങനെയാണ് ബാധ്യസ്ഥനാകുന്നത് എന്ന് ചോദിച്ചാൽ അതെന്റെ ജീവിതം നൽകിയ ദൈവം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഔദാര്യമല്ല നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന സർവീസസ് എന്ന് പറയുന്നത്. മനുഷ്യ സൃഷ്ടിക്കകത്ത് മനുഷ്യ സൃഷ്ടികൾക്കിടയിൽ ഓരോരുത്തരുടെയും അവകാശമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ NGO പ്രവർത്തനമായാലും അതുപോലെ തന്നെ സർവീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളായാലും തലകുനിച്ചല്ല ഒരാളത് സ്വീകരിക്കേണ്ടത്. അവകാശ ബോധത്തോടു കൂടി അഭിമാന ബോധത്തോടു കൂടി അത് പങ്കുവെക്കുന്നു എന്നുള്ള സ്വഭാവത്തോടു കൂടി അത് കൈമാറാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ കുറിച്ച് പറയുന്നത് എന്താണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നുള്ളതാണ്. നിങ്ങൾ ഉത്തമ സമൂഹമായി മാറുന്നത്. ഉത്തമ സമൂഹം എന്നൊരു വിശേഷണം നൽകിക്കൊണ്ട് ഖുർആൻ പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരെന്നുള്ളതാണ്. നമ്മുടെ ജീവിത വൃത്തത്തിനകത്ത് ജനങ്ങളുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു ദിവസം ഞാൻ ചെലവഴിക്കുന്ന എന്റെ അധ്വാനത്തിൽ അതുപോലെ തന്നെ എന്റെ പരിശ്രമത്തിൽ എന്റെ സമയത്തിൽ എന്റെ സമ്പത്തിൽ വിശുദ്ധ വേദഗ്രന്ഥം എന്റെ ജീവിത നിയോഗമായി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ജനങ്ങളുണ്ടോ? എന്റെ സമ്പത്ത് ജനങ്ങൾക്കുണ്ടോ? എന്റെ സമയം ജനങ്ങൾക്കുണ്ടോ? എന്റെ പരിശ്രമങ്ങൾ അധ്വാനങ്ങൾ ജനങ്ങൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ആ ജനങ്ങൾക്കുള്ള പങ്കുവെപ്പാണ് യഥാർത്ഥത്തിൽ റഹീം സാഹിബ് നിർവഹിച്ചത്. റഹീം സാഹിബ് നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ്. അദ്ദേഹത്തിന്റെ ഐക്യ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തലാണ്. അദ്ദേഹത്തിന്റെ ജീവിത നിയോഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹജീവികളായ മനുഷ്യരോട് ചെയ്യേണ്ടുന്ന ബാധ്യതാ നിർവഹണമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അത് കഴിവനുസരിച്ചാണ്. ഒരുപക്ഷെ ഒരാൾക്ക് സമ്പത്തില്ല എങ്കിൽ അയാളുടെ സമയം സമൂഹത്തിന് വേണ്ടി നീക്കേണ്ടതാണ്. നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ആളുകളിൽ നിന്നോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അതിനപ്പുറം ആളുകളോടുള്ള ബാധ്യതാ നിർവഹണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യനെ വിശേഷ ബുദ്ധിയോടുകൂടി ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഉത്തരവാദിത്വത്തിന്റെ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ആരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല വിശ്വാസി എന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് തനിക്കുള്ളത് തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ സ്വാർത്ഥതയുടെ മനസ്സ് എന്ന് പറയുന്നത് അവരൻ ഉണ്ടാകണം എന്നുള്ളതല്ല, അവനുള്ളതിനേക്കാൾ എനിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, തനിക്കുള്ളത് തന്റെ സഹോദരൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ്. എനിക്കൊരു വീടുണ്ട്, എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വീടുണ്ടാകണം. എനിക്ക് അത്യാവശ്യം വീട്ടിൽ നല്ല സൗകര്യമുണ്ട്, എന്റെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് ആ സൗകര്യം ഉണ്ടാകണം. എനിക്ക് ആഹാരമുണ്ട്, എന്റെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം കഴിക്കാനുള്ള വകുപ്പ് ഉണ്ടാകണം. അതുണ്ടാവുക എന്നത് എന്റെ കൂടി ആവശ്യവും എന്റെ കൂടി ആഗ്രഹവുമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരാൾ വിശ്വാസിയാവുക എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ നമ്മിലേക്ക് മാത്രം തിരിയുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മിലേക്ക് മാത്രമല്ല, നമ്മൾ ജനങ്ങളിലേക്ക് കൂടി തിരിയണം എന്നതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു സംവിധാനമാണ് കനീവ സെന്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഒരു പ്രതീകമാണ്. നിങ്ങൾ ജനങ്ങളിലേക്ക് തിരിയുക, വിശ്വാസികളെ നിങ്ങൾ ജനങ്ങളിലേക്ക് തിരിയുക, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ പരലോക മോക്ഷത്തെ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുക. ഇസ്ലാമിന്റെ ഒരു വിശ്വാസ സൽപ്പകൽപ്പം കൂടിയുണ്ട്. ഇതര മത സുഹൃത്തുക്കളോടുകൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മോക്ഷത്തിന്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ആരാധനാ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല. മോക്ഷ സിദ്ധാന്തം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ദൈവത്തോടുള്ള കടപ്പാടുകൾ ഞാൻ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരോടുള്ള കടപ്പാടുകൾ കൂടി ഞാൻ നിർവഹിക്കുമ്പോഴാണ്. എന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നത് ഞാൻ അറിയുന്നില്ല, എന്റെ തൊട്ടടുത്ത് ജീവിക്കുന്നവൻ രോഗാതുരമായി അല്ലെങ്കിൽ രോഗം പിടിപെട്ട് ചികിത്സ കിട്ടാതെ മരിക്കുന്നത് ഞാൻ അറിയുന്നില്ല, എന്റെ തൊട്ടപ്പുറത്ത് പലിശക്കടത്തിൽ മുങ്ങിയിട്ട് ഒരാൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നില്ല, അതുപോലെ തന്നെ എന്റെ ചുറ്റും സഹായം ആവശ്യപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നത് എന്റെ പ്രശ്നമാകുന്നില്ല എങ്കിൽ ഞാൻ ആരാധനാലയത്തിൽ പോയിട്ട് എത്ര തവണ തലകുനിച്ചാലും എത്ര തവണ നമസ്കരിച്ചാലും യഥാർത്ഥത്തിൽ എന്റെ മോക്ഷത്തിന്റെ വഴി അതുമാത്രം മതിയാവുകയില്ല എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അറൈതല്ലദീ
യുഗന്തിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നതിനെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് മതത്തെ കളവാക്കുക എന്ന് പറയുന്നത്? മതത്തെ കളവാക്കുക എന്ന് പറയുന്നത് നിന്റെ ആരാധനയിൽ സംഭവിക്കുന്ന വീഴ്ചയെ കുറിച്ചല്ല പറയുന്നത്. അനാഥയെ സംരക്ഷിക്കാത്തവൻ മതത്തെ കളവാക്കുന്നവനാണ്. അഗതിയെ ആട്ടി അകറ്റുന്നവൻ മതത്തെ കളവാക്കുന്നവനാണ്. ജനങ്ങൾക്കുള്ള ചെറിയ ചെറിയ ഉപകാരങ്ങൾ തടഞ്ഞു നിർത്തുന്നവൻ മതത്തെ കളവാക്കുന്നവനാണ്. നാളെ പരലോകത്ത് മോക്ഷം കിട്ടാത്ത മനുഷ്യരോട് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അവരുടെ ചിത്രീകരണമുണ്ട്. ആ ചിത്രീകരണത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടാതെ പോയത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി എന്താണ്? വലന്നക്കു നുത്ഇമുൽ മിസ്കീൻ ഖാലൂ ലന്നക്കു മിനൽ മുസല്ലീൻ വലന്നക്കു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ അഗതികൾക്ക് ആഹാരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആഹാരമില്ലാത്തവനെ, ഉണ്ണാനില്ലാത്തവനെ, ഊട്ടാത്തവന് നാളെ നാഥന്റെ അടുക്കൽ മോക്ഷമില്ല എന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ പിന്മുറക്കാരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഗുണഭോക്താക്കളാരാണ്? അതിന്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ്. വർഗീയത നിറഞ്ഞാടുന്ന ഈ കാലത്ത് ഞാൻ പറയുന്നു, വംശീയത നിറഞ്ഞാടുന്ന ഈ കാലത്ത് ഞാൻ പറയുന്നു, വർഗീയ ധ്രുവീകരണം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ പറയുന്നു, വിശുദ്ധ വേദഗ്രന്ഥം ഊട്ടണം എന്ന് പറയുന്നവർ, വിശുദ്ധ വേദഗ്രന്ഥം ഉണ്ണാൻ കൊടുക്കണം എന്ന് പറയുന്നവർ, വിശുദ്ധ വേദഗ്രന്ഥം അനാഥകളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്, വിശുദ്ധ വേദഗ്രന്ഥം ചികിത്സ കൊടുക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനല്ല, മനുഷ്യർക്കാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടികളാണ് മുഴുവൻ മനുഷ്യരും എന്ന് പറയുന്നത്. ഓരോ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ആ വൈവിധ്യങ്ങളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്നു. അദ്ദേഹവും ഞാനും ആരാണ് എന്ന് ചോദിച്ചാൽ എന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച ആദമിൽ നിന്ന് തുടങ്ങിയ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഈ വിശ്വാസ സങ്കല്പമാണ് നാം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യനെ കാണാൻ കഴിയുന്ന സാഹോദര്യത്തിന്റെ ഉജ്ജ്വലമായ ആശയത്തിന്റെ നിറവിൽ നിന്നിട്ട് വേണം നാം നമ്മുടെ സഹായത്തിന്റെ ഗുണഭോക്താക്കളെ തീരുമാനിക്കാൻ. മതം നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്, ജാതി നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്, സമുദായം നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്, ഇല്ലാത്തവൻ ആര് എന്ന് നോക്കിയിട്ടാണ്, ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവൻ ആര് എന്ന് നോക്കിയിട്ടാണ്. അവിടെ മതത്തിന്റെ അതിർവരമ്പുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടില്ല, നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്രമില്ലാത്തവനെ, ഭക്ഷണമില്ലാത്തവനെ, പാർപ്പിടമില്ലാത്തവനെ, പലപ്പോഴും ചികിത്സ കിട്ടാത്തവനെ ചേർത്ത് നിർത്താൻ കഴിയുന്നതിന്റെ പേര് കൂടിയാണ് മതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സുന്ദരമായ ആരാധനാലയങ്ങൾ ഉയർത്തിക്കെട്ടി അതിനകത്ത് വളരെ കൃത്യമായ ആരാധനകൾ നിർവഹിച്ച സമൂഹത്തോട് പുറന്തിരിഞ്ഞു നിന്ന് സമ്പന്നത കടയിരിക്കുന്നവന്റെ പേരല്ല വിശ്വാസി എന്ന് പറയുന്നത്. മറിച്ച് അതിന്റെ ചുറ്റും ജീവിക്കുന്ന ആളുകൾ ആഹാരം കഴിക്കുന്നവരും അതുപോലെ തന്നെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യം നിലനിർത്തുന്നവരുമാണ് എന്ന് ഉറപ്പുവരുത്തുന്നവന്റെ പേരാണ് വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നിടത്ത് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ബ്ലോക്ക് വാർഡ് മെമ്പർമാരുണ്ട്, മഹല്ല് പ്രസിഡന്റുമാരുണ്ട്. ഞാൻ പറയുന്നത് അതിന്റെയൊക്കെ കാറ്റഗറി വ്യത്യസ്തമാണ്. പക്ഷെ നിങ്ങളുടെയൊക്കെ കാറ്റഗറിയിൽ മനുഷ്യൻ ഒന്നാകണം എന്നാണ് ഞാൻ പറയുക. അതിന്റെ ഗുണഭോക്താക്കളാണ് ഈ രാജ്യത്തെ മനുഷ്യർ ഒന്നായി നമുക്ക് കാണാൻ കഴിയേണ്ടതാണ്. മനുഷ്യർ ഒന്നായി നമുക്ക് ദർശിക്കാൻ കഴിയേണ്ടതാണ്. അവന്റെ പ്രശ്നങ്ങളെ ആ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയേണ്ടതാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇത് ഏറ്റവും പ്രധാനമാണ് ചികിത്സ എന്ന് പറയുന്നത്. ഡോക്ടർ സലാം സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചികിത്സ ഉണ്ട് എന്ന് പറയുന്നത് താങ്ങാത്ത ഒന്നാണ്. എല്ലാം അങ്ങനെയാണ്. എഡ്യൂക്കേഷൻ താങ്ങാനാവാത്ത ഒന്നാണ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്. എന്ന് മുതലാണ് നമുക്ക് ഹെൽത്ത് ഇൻഡസ്ട്രി ആയത്, എന്ന് മുതലാണ് നമുക്ക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആയത്. ഒരു പൗരന്റെ അവകാശമാണ്, നമുക്ക് ലഭ്യമാകേണ്ട ഒന്നാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകൂടത്തിന് അത് പലപ്പോഴും താങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ് അത് ഇൻഡസ്ട്രി ആവുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മുതലാളിമാരും ആരോഗ്യരംഗത്തുള്ള മുതലാളിമാരും ആരോഗ്യ കച്ചവടവും വിദ്യാഭ്യാസ കച്ചവടവും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നതാണ്. അങ്ങനെ ആരോഗ്യ കച്ചവടം അരങ്ങേറുമ്പോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ കച്ചവടം അരങ്ങേറുമ്പോ ആരോഗ്യ രംഗത്ത് ചികിത്സ കിട്ടാത്തവൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. കമ്പരചുംബികളായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുമ്പോഴും അതുപോലെ തന്നെ അമ്പരചുംബികളായ ആകാശം മുട്ട നിൽക്കുന്ന യൂണിവേഴ്സിറ്റികൾ തല ഉയർത്തി സ്വാശ്രയ കോളേജുകൾ ഉയർന്നു നിൽക്കുമ്പോഴും
അതിന്റെ തൊട്ട് മതിലുകൾക്കപ്പുറത്ത് കുടിലിൽ താമസിക്കുന്നവന് ഒരു പക്ഷേ ആ ചികിത്സ അന്യം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ വിദ്യാഭ്യാസം അന്യം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മുടെ കാരുണ്യ സ്പർശം ഉണ്ടാകേണ്ടത്, അവിടെയാണ് നമ്മുടെ കനിവിന്റെ സ്പർശം ഉണ്ടാകേണ്ടത്. അങ്ങനെ പലപ്പോഴും ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഇരകിണി പ്രയാസം അനുഭവിക്കുന്നവർക്കും ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യും വിധം അവർക്ക് ആവശ്യമായ ഈ അർത്ഥത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, ചികിത്സ കൊടുക്കാൻ. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയാലിസിസ് പേഷ്യൻസ് ധാരാളമാണ്. എത്ര യൂണിറ്റ് സ്ഥാപിച്ചാലും മതിയാകുന്നില്ല. എന്റെ പ്രിയ സുഹൃത്ത് സലീം സാഹിബ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, ഡയാലിസിസ് മെഷീന് 9 ഉണ്ട് എന്ന് അദ്ദേഹം എന്നോട് രാവിലെ പറഞ്ഞു. 9 മതിയാകുന്നില്ല, 10 മതിയാകുന്നില്ല. അഥവാ ആളുകൾ ഓരോ ദിവസവും കിഡ്നി ഫെയിലായിക്കൊണ്ട് ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ സാധാരണക്കാരന് താങ്ങൂല. 700 800 അല്ലെങ്കിൽ 1000 രൂപയോ കൂലിപ്പണിക്ക് ജീവിക്കുന്ന മനുഷ്യൻ, അതോടൊപ്പം തന്നെ നിത്യവും ജോലിയില്ലാത്ത മനുഷ്യൻ, അയാൾ എങ്ങനെയാണ് ഡയാലിസിസ് ചെയ്യുക? ആരാണ് അയാളെ ഏറ്റെടുക്കുക? ഒരു സർക്കാരിന് എത്രമാത്രമാണ് ഏറ്റെടുക്കാൻ കഴിയുക? ഇവിടെയാണ് നമ്മുടെ പൗരബോധം ഉണരേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസബോധം വളരേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ, മറിച്ച് പടച്ചവന്റെ പടപ്പുകളോട്, ദൈവത്തിന്റെ സൃഷ്ടികളോട് ഇவ்விധം പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ സഹായിക്കൽ കൂടിയാണ്. ചില മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും ചില ആളുകൾ ആത്മഹത്യയിലേക്ക് എത്തുന്നത് സാമ്പത്തികമായി. ചികിത്സ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇതുപോലുള്ള സാമൂഹ്യ സംരംഭത്തിലും സേവന സംരംഭത്തിലും ഇടപെടുമ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത്, ഒരു കിഡ്നി പേഷ്യന്റ് വന്നാൽ മതി, ഒരിടത്തരം ഫാമിലി സാമ്പത്തികമായി തകരാം. പുവർ ഫാമിലി അല്ല ഞാൻ പറഞ്ഞത്, ഒരിടത്തരം ഫാമിലി 2-3 കൊല്ലം ഡയാലിസിസ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് തകരാണ്. എങ്ങനെയാണ് ചികിത്സ നടത്തിയത്? വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ ഉപ്പാക്ക് ചികിത്സ കൊടുക്കാതിരിക്കാൻ പറ്റോ? ഉമ്മാക്ക് ചികിത്സ കൊടുക്കാതിരിക്കാൻ പറ്റോ? സഹോദരന് ചികിത്സ കൊടുക്കാതിരിക്കാൻ പറ്റോ? എന്റെ പ്രിയപ്പെട്ട മകനാണ് രോഗിയാകുന്നത് എങ്കിൽ, എന്റെ ജീവിതം കൊടുത്തിട്ടെങ്കിലും, എന്റെ മറ്റൊരു കിഡ്നി വിറ്റിട്ടെങ്കിലും എന്റെ കുട്ടിയെ എനിക്ക് ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് കേസ് നമ്മുടെ മുമ്പിലല്ലേ? ഇങ്ങനെ അവസാനം ആളുകൾ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ചികിത്സിക്കും. അർബുദ രോഗികൾ ഇന്ന് എത്രയാ? മലബാറിൽ നിന്ന് ഞങ്ങൾ പറയാറുണ്ട്, വൈകുന്നേരത്തെ ട്രെയിൻ ക്യാൻസർ വണ്ടി എന്നാണ്. RCCയിലേക്കുള്ള ക്യാൻസർ വണ്ടി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കുക. നമ്മൾ ഇരിക്കുമ്പോ ഞാൻ സേഫാണെന്ന് ആരും വിചാരിക്കരുത്. ആരും സേഫ് അല്ല. ആർക്കും പണം കൊണ്ട് ജീവിക്കുക സാധ്യമല്ല. മറിച്ച് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ആരെങ്കിലും സഹായിച്ചാൽ അതാണ് സമ്പാദ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരിക്കുമ്പോഴുള്ള സമ്പാദ്യം എന്താ? ആര് ഞാൻ സഹായിച്ചോ അതിൽ സമ്പന്നനായി ഞാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ മുസ്തഫ സിബായി ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക, അന്നേരമാണ് നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ജയിലിൽ സന്ദർശിക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയുക. നാം സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കേണ്ടുന്ന കാലമാണിത്. നാം ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കേണ്ട കാലമാണ്. നിങ്ങൾ RCCയിൽ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ വരെ അർബുദ രോഗത്തിന് അടിപ്പെട്ടുകൊണ്ട് ഗെയിം ആരംഭിച്ചത് കാണുമ്പോ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. ഞാൻ പറയുന്നത്, അത് ചികിത്സിക്കാൻ പണമില്ലാത്തവനാണ് എങ്കിൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ചുഴിയിൽ നിന്ന് ആരാണ് അവരെ രക്ഷപ്പെടുത്തുക? അങ്ങനെ പ്രതിസന്ധിയുടെ ചുഴിയിൽപ്പെട്ട് കൊച്ചുകുഞ്ഞിനെയും കൊച്ചുമോളെയും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് നമ്മൾ കൈവച്ചു കൊടുത്താൽ ആ കൈ സ്വർഗത്തിലേക്കുള്ള കഴിയാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് മോക്ഷത്തിന്റെ വഴി. ദൈവം ഇഷ്ടപ്പെടുന്ന മോക്ഷത്തിന്റെ വഴിയാണത്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ട്രീറ്റ്മെന്റ് അല്ലേ, ഡയാലിസിസ് യൂണിറ്റ് അല്ലേ, അർബുദമല്ലേ എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും കുടിലിൽ കഴിഞ്ഞുകൂടുന്ന 1-2 രോഗികളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിത്യേന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, പണം അതിന് മതിയാകാതെ വരുമ്പോൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന, അവസാനം ആധാരം പണയപ്പെടുത്തിയിട്ട് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മണ്ണ് കൂടിയാണ് കേരളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടില്ല. എൻ്റെ സമൂഹത്തിന്റെ കൂടെ ജീവിക്കണം, ഇല്ലാത്തവന്റെ കൂടെ ജീവിക്കണം, പ്രയാസപ്പെടുന്നവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കണം. മെഡിസിൻ വാങ്ങാൻ കഴിയാത്തവർ, അതുപോലെ തന്നെ ഈ നമുക്കറിയാലോ, എന്താ പറയാ, പാരാപ്ലീജിയ പേഷ്യൻസിന്റെ എണ്ണം ഒരുപാടാണ്. ബാക്ക് ബോണിന് പരിക്കേറ്റ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വീണതാണ്. അങ്ങനെ പാരാപ്ലീജിയ രോഗത്തിന് അടിപ്പെട്ട് വഴിയാധാരമായി പോയ, അതുപോലെ തന്നെ 4 ചുമരുകൾക്കകത്തേക്ക് ജീവിതത്തെ പരിമിതപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർ നമ്മൾ കാണാൻ കഴിയും. ആ ആളുകൾക്ക് ഒരു വീൽ ചെയർ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള തുറസാൻ, സൂര്യപ്രകാശത്തിലേക്കുള്ള തുറസാൻ.
അകത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒരു വീൽ ചെയർ എന്ന് പറയുന്നത് സൂര്യപ്രകാശം കാണാനുള്ള ജീവിതത്തിൽ ഒരു വെളിച്ചത്തിന്റെ ചെറിയൊരു നാമ്പാൻ. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന അധികം ആളുകളും വിശ്വാസികളാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ മോക്ഷത്തിന്റെ വഴിയാണ് തേടുന്നത് എങ്കിൽ ദൈവത്തിന്റെ അടിയാറുകളായ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിച്ചും കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുവോ അത് നമ്മുടെ മോക്ഷത്തിന്റെ വഴിയാണ്. അത് നിങ്ങൾ ദൂരെ ഒന്നും പോകണ്ട, നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി. ഒരുപാട് മനുഷ്യർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയൊരു കാലത്തിന്റെ പ്രത്യേകത, മനുഷ്യൻ അഭിമാനിയാണ്. നല്ല വസ്ത്രക്കെട്ട് നമ്മുടെ അടുത്ത് വരും, ചിരിക്കുന്നവരാണ്, എല്ലാറ്റിനും അവരുണ്ടാകും. പക്ഷെ മനസ്സിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന, മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വേദനയും വികാരം പറയൂല. അഭിമാനബോധമുള്ള മനുഷ്യൻ പറയില്ല. അത് കാണാനുള്ള കണ്ണിന്റെ പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് കാണാനുള്ള കണ്ണൻ അകക്കണ്ണാൻ നമുക്കുണ്ടാണ്. അതുകൊണ്ടാണ് മൃഗമല്ലാത്ത വിശേഷ ബുദ്ധി മനുഷ്യന് തന്നത്. അവനൊന്നും പറഞ്ഞില്ലല്ലോ, അവനുഷാറായിട്ടാണ് ജീവിക്കുന്നത്. എന്റെ അയൽപ്പക്കത്ത് വിളക്കണഞ്ഞിട്ടില്ലെങ്കിൽ, എന്റെ അയൽപ്പക്കത്ത് വിളക്ക് തെളിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ അയൽപ്പക്കത്ത് മനുഷ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിയാത്തവന്റെ ഒരു മനുഷ്യനല്ല. അങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങളുടെ ഒരാഘോഷമാണ് കനിവ് സെന്ററിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. മനുഷ്യത്വ മൂല്യങ്ങളുടെ ഒരാഘോഷമാണ് കനിവ് സെന്ററിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. കനിവ് സെന്റർ എന്ന് പറയുന്നത് നാഥൻ സ്വീകരിക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക. ഇവിടെ വരുന്നവൻ അഭിമാനത്തോടു കൂടി വരിക, ഇവിടെ തങ്ങുന്നവൻ അഭിമാനത്തോടു കൂടി തങ്ങുക, ഇവിടെ നിന്നുള്ള സർവീസ് നേടുന്നവൻ അഭിമാനത്തോടു കൂടി നേടുക. അത് കൊടുക്കുന്ന കനിവിന്റെ കേന്ദ്രത്തിന്റെ ആളുകൾ അവരുടെ ബാധ്യതയാണ് നിർവഹിക്കുന്നത് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് നിർവഹിക്കുക. ആരും ആരോടും ഔദാര്യം കാണിക്കേണ്ട ഭൂമിയല്ല ഇത്. നമ്മൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നതാണ്. നാളെ നമ്മളും കൈ നീട്ടേണ്ടവരാണ്, നമ്മളും പല സഹായങ്ങളും അർത്ഥിക്കേണ്ടവരാണ്. അതുകൊണ്ട് മനുഷ്യർ പരസ്പര സഹായത്തിന്റെ ഉത്തമ മൂല്യങ്ങളാണ് ഇതുപോലുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് സാഹോദര്യത്തിന്റെ സ്മരണികയാണ്. ഇത് അതുപോലെ തന്നെ സൗഹൃദത്തിന്റെ കേന്ദ്രമാണ്. ഇത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന കേന്ദ്രമാകണം. ഇത് ആർക്കും കയറി വരാവുന്ന കേന്ദ്രമാണ്. അഭിമാനബോധത്തോടുകൂടി വാങ്ങാനും ഉത്തരവാദിത്വബോധത്തോടുകൂടി കൊടുക്കാനും പറ്റുന്ന കേന്ദ്രമാണ്. അവിടെയാണ് മനുഷ്യനാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ പറയുന്നുണ്ട് മനുഷ്യരോടുള്ള ബാധ്യതകളെ കുറിച്ച്. പ്രിയമുള്ളവരെ, ആ ഒരർത്ഥത്തിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ സമൂഹത്തിന് ഇനിയും ധാരാളമായി ഉണ്ടാകേണ്ടുന്ന ഒരു കാലമാണ്. അതുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കാലം മാറിയപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ ഒരുപാട് വേർതിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എന്ന മേൽവിലാസത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റണം. വൈവിധ്യങ്ങൾ നമ്മൾ വൈവിധ്യമായി കാണണം. മതമില്ലാത്തവനെയും അതുപോലെ തന്നെ മതമുള്ളവനെയും, മതത്തിനകത്തുള്ള വ്യത്യസ്ത വൈവിധ്യങ്ങളെയും, മതത്തിനകത്തെ തന്നെ സംഘടനക്കകത്തുള്ള വ്യത്യസ്ത വൈവിധ്യങ്ങളെയും വിയോജിപ്പുകളെയും ഒക്കെ ചേർത്ത് നിർത്തിയിട്ട് മാനുഷിക ബന്ധം പുലർത്താൻ കഴിയുന്നതിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, യഥാർത്ഥത്തിൽ പാശ്ചാത്യ മതേതരത്വത്തിന്റെ വക്താക്കളല്ല നമ്മൾ. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് വൈവിധ്യത്തെ സ്വാംശീകരിച്ച മതേതരത്വമാണ്. വ്യത്യസ്തതകളെ സ്വാംശീകരിച്ച മതേതരത്വമാണ്. മതവിശ്വാസം ഉൾക്കൊള്ളുവാൻ ഓരോരുത്തർക്കും അവരുടെ അവകാശം വകവെച്ചു കൊടുത്ത ഒരു മതേതരത്വമാണ്. അത് സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ നമുക്ക് പരസ്പരം ഉൾക്കൊള്ളാം. പുതിയ കാലത്ത് ഞാനിത് പറയാനുള്ള കാരണം, നമുക്കകത്ത് ദേശീയ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പോളറൈസേഷന്റെ ഒരുപാട് അനുരണനങ്ങൾ നമ്മുടെ മലയാളക്കരയിലും പ്രബുദ്ധ കേരളത്തിന്റെ നെഞ്ചകത്തിലും പിടച്ചിലുണ്ടാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞങ്ങൾ. പ്രബുദ്ധ കേരളത്തിന്റെ നെഞ്ചകത്തിലും അത് പിടച്ചിലുണ്ടാക്കുന്നുണ്ട്. ഇവിടെ മൊബിലിംഗ് നടന്നുകൂടാ, ഇവിടെ ആൾക്കൂട്ട കൊലപാതകം നടന്നുകൂടാ, ഇവിടെ വർഗീയ കലാപങ്ങൾ നടന്നുകൂടാ, ഇവിടെ സംഘർഷങ്ങൾ നടന്നുകൂടാ, ഇവിടെ മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും പേരിലുള്ള വൈരവും വൈരാഗ്യവും നടന്നുകൂടാ. നമ്മളാണ് ഈ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തെടുത്തത്, നമ്മളാണ് ഈ സമൂഹത്തെ വളർത്തിയെടുത്തത്. നമ്മൾ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചത്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ അർത്ഥത്തിന് ജീവനും ജീവിതവും നൽകിയത്. അതുകൊണ്ട് ഇതുപോലുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അത്തരം ഉത്തമ മൂല്യങ്ങളുടെ ആഘോഷവേളകൾ കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത്തരം ഉത്തമ മൂല്യങ്ങളുടെ ആവിഷ്കാര കേന്ദ്രങ്ങൾ കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തിൽ
എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് മനുഷ്യൻ, ആദമിന്റെ മക്കൾ എന്ന അർത്ഥത്തിൽ മനുഷ്യനെ ചേർത്ത് പിടിക്കുക, ആ ഒരർത്ഥത്തിൽ ഇതൊരു സേവന കേന്ദ്രമാണ് എന്നതോടൊപ്പം തന്നെ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മനുഷ്യരെ ചേർത്ത് നിർത്തലിന്റെയും സുന്ദര കേന്ദ്രം കൂടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ തിരുനാമത്തിൽ ഈ സുന്ദരമായ ഗ്രാമപ്രദേശത്തിലേക്ക്, ഈ ശാന്തമായ ഗ്രാമപ്രദേശത്തേക്ക് ഈ ഗ്രാമീണതയും ഈ ശാന്തതയും ഈ സന്തോഷവും ഈ സാഹോദര്യവും നിലനിർത്തുന്നതിന്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.